ഉണ്ടാക്കാൻ പോകണേ. അതിൽ ബോണ്ട പോലത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിൽ ചേർത്തിരിക്കുന്നത് മാവ്, അരിപ്പൊടിയും മൈദപ്പൊടിയും പിന്നെ ഒരു പഴവുമാണ് ചേർത്തിരിക്കുന്നത്. പഴം ഞവടി അതിൽ ചേർത്തിട്ടാണ് ഇതെല്ലാം കുഴച്ച് വെച്ചിരിക്കുന്നത്. അടുത്ത് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് അതിന് ഫില്ല് ചെയ്യാൻ വേണ്ടി ചേർത്തേക്കുന്നതാണ് പൊടിപ്പിച്ച പയർ തണ്ട പൊടിച്ചത്. അത് നമ്മൾ കുഴച്ച് പോയി. പിന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ്. ഇതിന് വഴറ്റിയിട്ട് നമ്മളിത് പരത്തി ഫില്ല് ചെയ്ത് എണ്ണയിൽ മുരിച്ചെടുക്കും. അതാണ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് കാണിച്ചു തരാം. തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി, കറിവേപ്പില, ഈ പയർ മുളപ്പിച്ചത്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്തതാണ്. അതിൽ ഫില്ല് ചെയ്യും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഈ കുഴച്ചത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ അപ്പോഴത്തേക്ക് ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് പയർ പൊടിപ്പിച്ചതും മുളകും, പച്ചമുളക്, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ഇട്ടത് ഒന്ന് വഴറ്റേനെ. വഴറ്റിയിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യാൻ നോക്കുന്നത്. അതിൻ്റെ പച്ചമണം തട്ടി ചെയ്ത് ചെയ്തിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കും. മുളപ്പിച്ച പയറാണ്. പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയതാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഗർഭിണിയൊക്കെ എല്ലാവർക്കും കഴിക്കണം കേട്ടോ. ഇങ്ങനെ പയറും മുളപ്പിച്ച് വെച്ചിട്ട് ചെയ്യണം. നല്ലതാണ്, ഏറ്റവും ഗുണകരമായതാണ്. അതിലെല്ലാം ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി അത് ഇതായിരിക്കും. അതൊന്ന് വാടി വരണം. ഒരുപാട് വേണ്ട. വാടി അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ മാറ്റി വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ പരത്തി ചപ്പാത്തി അതുപോലെ പരത്തിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് നമുക്ക് വെച്ച് ഇത് അട്ടിട്ട് കൊടുക്കാം. കൊച്ച മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാം. ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് കാണിച്ചിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ കുറച്ച് ബട്ടറും കൂടി ചേർക്കണേ. കുറച്ച് ബട്ടർ അതും കൂടി ചേർക്കണം. കുറച്ച് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഉണ്ടായിട്ട് ഞാൻ ചേർക്കണം. വെള്ളം വറ്റാറായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വരണ്ട. ഒന്ന് ജസ്റ്റ് അതിൻ്റെ വെള്ളമല്ല ഒന്ന് വലിയുമ്പോൾ വഴറ്റി നല്ലതായിട്ട് എടുത്ത് വെച്ചിരിക്കണം. ഇനി ഇത് ഫില്ല് ചെയ്യണം. ഇത് പരത്തിയിട്ട് ഇതിനെ പരത്താൻ പോവുകയാണ്. പരത്തിയിട്ട് അതിൽ ഫില്ല് ചെയ്യും. നമ്മളത് ഒരു സ്പൂൺ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് തന്നെ ഇതെല്ലാം കൂടി ഫില്ല് ചെയ്ത് ഇതാക്കി പൊരിച്ച് വെച്ചിരിക്കുന്നതാണ്. 4 മണിക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. നല്ല സമോസ പോലെ ഉണ്ടാക്കി, അല്ലാതെ വാഴയ്ക്ക പോലെ മുളകിൻ്റെ ആകൃതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൽ ചേർത്തേക്കുന്നത് അറിയാമല്ല, പയർ മുളപ്പിച്ചത്, സവാള, പച്ചമുളക്, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇത്രയും കൂടി ഇട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് എണ്ണയിൽ വഴറ്റിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എന്നിട്ട് പിന്നെ അരിമാവും മൈദ മാവും കൂടി കുഴച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റായതാണ്. ഞാൻ മുറിച്ച് കാണിച്ചു തരാമേ. അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കണം. എന്താ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്.
അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.